മസ്കറ്റ് മദേഴ്സിന്റെ പുതിയൊരു ഓണം എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഓണത്തിന് മസ്കറ്റ് മദേഴ്സിന് വിശിഷ്ട അതിഥിയായി കിട്ടിയിരിക്കുന്നത് ആരാന്നറിയണ്ടേ? നമ്മുടെ മഹാബലി തമ്പുരാനെ തന്നെയാണ്. ആരാള്? സിനി ആർട്ടിസ്റ്റും അനുകരണ കലയിൽ അതികായനുമായ ശ്രീ രാജാ സാഹിബ്. സാറിന് മസ്കറ്റ് മദേഴ്സിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് ഇവിടെ മസ്കറ്റിൽ വന്നിട്ട് വിശേഷങ്ങള്? നല്ല രസമാണ് ഇവിടുത്തെ. എനിക്ക് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് മസ്കറ്റില് ഒരു ഡ്രൈ ഏരിയ ആണ്, ബട്ട് ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. എന്നുവെച്ചാൽ എവിടെ നോക്കിയാലും ഓരോ ഫ്രെയിമുകളാണ്. നമ്മളെ മലകളും കുന്നുകളും അതുപോലെ നാച്ചുറൽ ബ്യൂട്ടിയാണ്. ഇവിടെ മസ്കറ്റിലും അങ്ങനെയൊക്കെ കുറെ ആരാധകരൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. എല്ലാ കുറെ കലാകാരന്മാരുള്ളതാണ്. ആക്ച്വലി ഇവിടെ നമ്മള് ദ്വരിക 2025 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമായിട്ട് ഞാൻ ഷംന കാസിമും കൂടെ വന്ന ഒരു പ്രോഗ്രാമായിരുന്നു ആർ ജെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ. അപ്പൊ അതും പി സ്കൂളും അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ടീം വർക്കാണ്. അപ്പൊ അവരുടെ ഇനോഗ്രൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് വന്നതാണ്. ആക്ച്വലി 2 വർഷമായിട്ട് ഉള്ളതാണ്. ഇപ്പൊ ഈ പ്രാവശ്യം അതിന്റെ ഒഫീഷ്യൽ ലോഞ്ചും കൂടെ ആയിരുന്നു. ഗംഭീര പ്രോഗ്രാം ആയിരുന്നു ആ ഷോ. വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷോ ഞാൻ ഈ അടുത്തിടയ്ക്ക് ചെയ്തിട്ടില്ല എന്ന് പറയാം. അന്ന് ഷോയ്ക്കകത്ത് ഫുൾ പാക്ഡ് ഓഡിയൻസ്. പിന്നെ അതിന്റെ ടെക്നിക്കൽ സൈഡിൽ നിൽക്കുന്നവര് തൊട്ട് നമ്മുടെ സുഹൃത്തുക്കൾ വരെ ഗംഭീരമായിട്ട് ആ പ്രോഗ്രാമിനെ ഓർഗനൈസ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് കൊതിയായി. കാര്യം ഒരു അവാർഡ് നൈറ്റിന് എങ്ങനെയാണോ അതുപോലെ ലാഗ് ഇല്ലാത്ത രീതിയിൽ ഒരു പ്രോഗ്രാം നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഓണത്തിന്റെ ഒക്കെ എന്താണ് ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? ഓണം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ കുടവയറിനെ കുറിച്ചായിരിക്കും. ആ ടൈമില് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചുനാൾ മുമ്പ് മഹാബലി തമ്പുരാനായിട്ട് സ്ഥിരം ജോലിയായിരുന്നു എന്റെ. സീസൺ ടൈമിൽ ഞാൻ മഹാബലിയാണ്. ഏറ്റവും കൂടുതൽ ചാനലിന്റെ അകത്ത് ലോഗോ ആയിട്ട് വരെ നിന്നിട്ടുള്ള ആളാണ്. ചാനലിന്റെ അകത്ത് ഞാൻ മഹാബലിയായിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ലോഗോയുടെ കൂടെ തന്നെ എന്റെ ഫോട്ടോ, എന്റെ ഒരു മൂവിങ് കാരിക്കാച്ചർ അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഓണൊക്കെ ഇപ്പൊ ഇങ്ങനെ പ്രോഗ്രാമിന്റെ ഇടയില് അല്ലെങ്കിൽ ഷൂട്ടിന്റെ ഇടയിലൊക്കെ ആകുമ്പോ അധികം അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ഞങ്ങള് ആക്ച്വലി ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തിരുവോണത്തിന്റെ അന്നത്തെ ദിവസം നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിൽ പുതുതായിട്ട് നിർമ്മിക്കുന്ന ഒരു സംരംഭം, ഒരു സിനിമ, മാവേലി കൊട്ടാരം എന്ന് പറഞ്ഞു. എന്നെ ഇതിന് വിളിക്കുമ്പോ ഞാൻ വിചാരിച്ചിരുന്നത് മഹാബലി ആയിട്ടാകുമെന്നു. മഹാബലി ഞാനല്ല, നമ്മുടെ ശബരീഷിനെ അറിയാമോ? നമ്മുടെ പ്രേമത്തിലൂടെ വന്നു പുള്ളിയായിരുന്നു മഹാബലി. ഞാൻ അയ്യോ ഇനിയിപ്പൊ ചെന്നിട്ട് എനിക്ക് മീശയൊക്കെ അതുപോലത്തെ ഷേപ്പിലൊക്കെയാണ് വെട്ടിയത്. ബട്ട് ലാസ്റ്റ് മൊമെന്റിലാണ് പറയുന്നത് ചേട്ടൻ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോ മഹാബലിയുടെ ഡ്രസ്സും ഒക്കെ ഇട്ട് തൊപ്പിയൊക്കെ ഇട്ട് മീശ അങ്ങോട്ട് കൊമ്പം മീശ, ഞാൻ താടി ഉണ്ടായിരുന്നു, എന്റെ മീശയും താടിയൊക്കെ ഷേപ്പ് ചെയ്ത് മഹാബലി തമ്പുരാന്റെ അതുപോലൊക്കെ ആക്കിയെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് മെയിൻ വില്ലനാണ്. ഇതൊരു സംഭവം ഇതുവരെ ടെലിവിഷൻ നമ്മുടെ മീഡിയയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്. ബ്ലോക്ക് ബസ്റ്റർ സിനിമ പർച്ചേസ് ചെയ്യുന്നതിന് പകരം അവര് തന്നെ സ്വയം ഒരു ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടാക്കുക. മീൻസ് ഒരു സിനിമ 2.5 മണിക്കൂർ നീളുന്ന ഒരു സിനിമ 10 ദിവസത്തെ ഷൂട്ടിംഗ് ആയിരുന്നു. എനിക്ക് 7 ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണി പ്രിയദർശൻ, അൽതാഫ്, സുരേഷ് കൃഷ്ണ, നമ്മുടെ ശബരീഷ്, ഇങ്ങനെ ഞാനും ഞങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു നല്ല രസകരമായിട്ടുള്ളൊരു ഒരു കോക്ടെയിലിന്റെ സാധനമാണ്. ഇതുപോലെ ഒരു കോക്ടെയിലാണ് ഓണത്തിന്റെ സ്പെഷ്യൽ. അതെ, ഓണം സ്പെഷ്യൽ അതാണ്. ഞാനിങ്ങനെ ഇപ്പൊ സാറിനെ നോക്കിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ഓരോന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക സാറിന്റെ സംസാരം. അപ്പൊ കാണുമ്പോ പല പല മുഖങ്ങള് അതിന്റെ പിന്നില് ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. സാറ് അനുകരിച്ച കുറെ ആൾക്കാരുടെ, വാജ്പേയി ഉണ്ട്, വാജ്പേയിയുടെ എല്ലാം ഉണ്ടായിട്ടുണ്ട്, ഉഷ ഉതുപ്പ്, മോഹൻലാൽ ഉണ്ട്, സുരേഷ് ഗോപി സാറുണ്ട്, കുറെ ആൾക്കാര് ഇങ്ങനെ, പിന്നെ മാവേലി, ഇന്നസെന്റ് ഏട്ടൻ, കൊറേ ആൾക്കാര്. എങ്ങനെയാണ് ഇത്? നരേന്ദ്രമോദി ഉണ്ട്. അതെ, എങ്ങനെയാണ് ഇത്
ഇങ്ങനെ ഒരു ആക്ച്വലി ഐ വാസ് ആൻ ആർട്ടിസ്റ്റ്. ചിത്രരചന ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ഇതെല്ലാം സ്വന്തമായിട്ട് തന്നെ ഇതിനോടുള്ള ക്രേസ് കൊണ്ട് ഞാൻ ഇത് ചെയ്തതാണ്. പിന്നെ എന്റെ ഒരു ക്ലാസ് മിസ് ജോൺ എന്ന് പറഞ്ഞൊരു മിസ്സാണ് എന്നെ ഈ ചിത്രരചനയുടെ ഏറ്റവും കൂടുതൽ കാര്യം ഞാൻ വരച്ച് ഒരുപാട് ഓവറായി പുസ്തകങ്ങളെല്ലാം വരച്ചു വെച്ചിട്ട് എന്റെ സ്കൂളിലെ ടീച്ചർ എന്നെ പുറത്താക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. അവസാനം ശരിക്കും ആക്ച്വലി അത് പുറത്താക്കി. അവിടുന്ന് പിന്നെ എന്റെ പ്രിൻസിപ്പളാണ് എന്നെ തിരിച്ചെടുത്തത്. പിന്നീട് ഇവന് ഇങ്ങനെ ഇട്ടാ പറ്റില്ലല്ലോ, ഇവൻ സ്കൂളിൽ എന്തിനും പ്രയോജനപ്പെടുത്തണം എന്നൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ എന്നെ കൊണ്ട് മിസ് ജോണിൻ എന്ന് പറഞ്ഞ കന്യാസ്ത്രീ മിസ്സിന്റെ അടുത്ത് കൊണ്ട് മിസ് വരയ്ക്കുമായിരുന്നു. ഇത്ര വലിയൊരു പുസ്തകം ഡ്രോയിങ് ബുക്ക് മേടിച്ചു എന്നിട്ട് പറഞ്ഞു, മോൻ ഇതിനകത്ത് വരച്ചു, വേറെ ആരുടെയും ബുക്കിൽ വരയ്ക്കണ്ട, ഇതിന്ന് വരച്ച് നിന്റെ ഇഷ്ടത്തിന് ഏത് പടം എന്ത് തോന്നുന്നു ക്രിയേറ്റ് ചെയ്ത് വിട്ടോളാം. അങ്ങനെ ഞാൻ വരച്ചു തുടങ്ങി. ഈ പുസ്തകത്തിൽ മാത്രം വരയ്ക്കാൻ തുടങ്ങി. പിന്നെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ അവര് എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഇതിനിടയ്ക്കാണ് ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച സ്റ്റുഡന്റ് ആയിട്ട് ജൂബിലി ആഘോഷത്തിന് സാക്ഷാൽ സുരേഷ് ഗോപി വരുന്നത്. സുരേഷ് ഗോപി മുകേഷൊക്കെ നമ്മുടെ സ്കൂൾ പ്രൊഡക്റ്റാണ്. അപ്പൊ ഇവര് വന്നപ്പോഴത്തേക്കാണ് എന്നെ അവിടെ ബൊക്കെ കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സിനിമയോട് എനിക്ക് അത്ര ഭ്രമം കുറവായിരുന്നു. ആ സമയത്ത് കളിയായിരുന്നു, എനിക്ക് മൊത്തം ഫുൾ ടൈം ക്രിക്കറ്റ് ഭ്രാന്തനായിരുന്നു. അതിൽ നിന്ന് പെട്ടെന്ന് എനിക്കൊരു ഡൈവേർഷൻ വന്നത് സിനിമാ നടൻ സുരേഷ് ഗോപി വന്നപ്പോൾ ഭയങ്കര ഒരു എന്താ പറയാ ഒരു ലൗഡ് ഇത് ഒരു വോയിസ്, ക്ലാപ്സ്, അപ്രീസിയേഷൻസ് ഇതിങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു അട്രാക്ഷനായി, സ്പെഷ്യൽ അട്രാക്ഷനായി. സിനിമ നടൻ അതാണ് അവിടെ ഹൈലൈറ്റ് ചെയ്തത്. അത് കണ്ടപ്പോ എനിക്കൊന്ന് തോന്നി, സിനിമ നടൻ ഇത്ര പവറുണ്ടോ, അല്ലെങ്കിൽ പരിചിതമായിട്ടൊരാള് നമ്മളൊക്കെ അറിയുന്ന ഒരാളിനെ നമുക്ക് ഫേസ് ഐഡന്റിറ്റി അത് മറ്റുള്ളവർക്കില്ല. ഇപ്പം കളക്ടറായിട്ട് വന്ന ആളുണ്ടായിരുന്നു, അവിടെ പഠിച്ചിറങ്ങിയ ആൾക്കാർ, ഡോക്ടറായിട്ട് വന്നവരുണ്ടായിരുന്നു, അമേരിക്കയിലെ സ്പെഷ്യലിസ്റ്റ് പിന്നെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വന്നേക്കുന്ന അവിടുത്തെ സ്കൂൾ പ്രോഡക്റ്റ് ആൾക്കാരൊക്കെ വന്നപ്പം എനിക്ക് കൂടുതലും ഫോക്കസ് വന്നത് ഫിലിമില് എല്ലാവരും സുരേഷ് ഗോപിയെ തൊട്ട എന്റെ കൈ ഇങ്ങോട്ട് താടാ, അത് ഞാനൊന്ന് മുത്തട്ടെ എന്നൊക്കെ പറഞ്ഞ കൂട്ടുകാരൻ പിടിച്ചും ഉമ്മം വെച്ച സംഭവം ഉണ്ടായി. പിന്നെ ഞാൻ തന്നെ ആലോചിച്ചാടാ ഇത്രയ്ക്ക് ഭയങ്കര സംഭവമാണോ സിനിമ എന്ന് അന്ന് തോന്നിയതാണ്. അന്ന് മാർക്ക് ചെയ്ത് വെച്ചാണ് എന്തെങ്കിലും രീതിയിലൊരു സിനിമ നടന്റെ അതെങ്ങനെ ആ സൈഡിൽ കൂടെ പോയി. പിന്നെ അതുപോലെ കുറെ ആൾക്കാരെ ഞാൻ അനുകരിക്കാറുണ്ടല്ലോ. അപ്പൊ ഇവരുടെയൊക്കെ ശബ്ദം അനുകരിക്കുന്നവരോടൊപ്പം അവരവിടെ വേദികൾ പങ്കിടാൻ പറ്റി. ഗായകരെ അനുകരിക്കുന്നുണ്ട്. മാർക്കോസ് ചേട്ടന്റെ ഒരേപോലെ ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് പാട്ടുപാടി ഒരു MG ശ്രീകുമാരേട്ടനെ ആദ്യമായിട്ട് അനുകരിച്ച് ഞാനായിരുന്നു. പൊൻമീനെ എന്നുള്ള പാട്ട് ഒരുമിച്ച് പാടി. അപ്പം ആൾക്കാർ സ്റ്റാൻഡിങ് ഓവേഷൻ തരിക. നല്ലൊരു ഗായകനും കൂടിയാണ് അല്ലെ, ഗായകൻ കലാവല്ലഭനാണ്. പാട്ടുകാരനാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്, പക്ഷെ നോക്കുമ്പോൾ പാട്ടുകാരനെ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അത്രയ്ക്കും പാട്ടുകാരിന് കൂടി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ നമ്മൾക്ക് നമ്മുടെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ച ഒരു കോൺസെപ്റ്റാണ് ഫിഗർ കോൺസെപ്റ്റ്. അപ്പൊ ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളിന് അതേപോലെ ഫിഗർ കൊണ്ടും പിന്നെ നമ്മുടെ ഭാവം കൊണ്ടും അതുപോലെ തന്നെ സൗണ്ട് വെച്ചും എല്ലാം കൊണ്ടും ഈ ശരീരത്തിലേക്ക് ഈ വര എനിക്ക് ഉപകാരപ്പെട്ടു. സാറ് ഫിഗർ ഷോനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞില്ലേ, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ളത് ഉഷാ ഉദുപ്പിനെ കൊണ്ടുവന്നതാണ്. ഇപ്പൊ ഇങ്ങനെ ഒരേ സ്റ്റേജിൽ 10-20 ആൾക്കാരെ ഇങ്ങനെ ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര, അത് നിമിഷ നേരം കൊണ്ടാണ് അതെല്ലാം. എന്താണ് അതിന്റെ ഒരു ഇപ്പൊ ഫിഗറിന്റെ കാര്യം പറയുമ്പോൾ ഈ മുഖത്തൊരു ഫിഗർ കിടപ്പുണ്ട്, ഒരു ചരിഞ്ഞക്കല്ലിൽ മഞ്ജു വാര്യരൊക്കെ നമ്മള് ഓരോരുത്തരെ കമ്പാരിസൺ ചെയ്യുമല്ലോ. ആസ് എൻ ആർട്ടിസ്റ്റ് എന്റെ മനസ്സിൽ തോന്നുന്നു. അപ്പൊ ഞാൻ ചില സമയത്ത് അത് ചിലപ്പോ അപകടം ചെയ്യും. ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, നമ്മളെ കമ്പാരിസൺ ചെയ്യുന്ന ചിലർക്ക് ഇഷ്ടമല്ല. ന്യൂ ജനറേഷൻ എസ്പെഷ്യലി അവർക്ക് എന്നെ കമ്പയർ ചെയ്തതെന്ന് പറയുന്ന സംഭവം. നല്ലത് കമ്പയർ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾക്ക് റോൾ മോഡൽസ് ആയിട്ട് വരുന്ന ആൾക്കാർ നമ്മളെ കമ്പാരിസൺ ചെയ്തിട്ടില്ല. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അനുകരണം തുടങ്ങുകയാണ്. ഇപ്പോ സിനിമാ ലോകത്ത് നമുക്ക് ഏറ്റവും അടുത്ത് നഷ്ടമായിട്ടുള്ളതാണ് നവാസിക്ക. അദ്ദേഹമായിട്ട് ധാരാളം വേദികള്, ഉറ്റ സുഹൃത്തു കൂടിയായിട്ടുള്ള അദ്ദേഹത്തിനെ കുറിച്ച് എന്താണ്? കലാഭവൻ നവാസ് എന്ന് പറയുന്നത് എന്താ പറയാ, നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടു കേട്ട് പരിചയപ്പെട്ടു.
പക്ഷെ കുറെ പേര് നമ്മളെ ജീവിതത്തിൽ തങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ ജീവിതത്തിൽ തങ്ങിപ്പോയ ഒരു വ്യക്തിയാണ് എൻ്റെ സുഹൃത്ത് കലാഭവൻ നവാസ്. നവാസിന്റെ ജ്യേഷ്ഠൻ നിയാസ്. രണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഒന്ന്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സൗദിയിലേക്ക് പോകുമ്പോൾ നവാസും ഞാനും ഷിയാസ് എന്ന് പറഞ്ഞ കലാഭവൻ ഷിയാസും കൂടാണ് ആദ്യത്തെ ട്രിപ്പ് പോകുന്നത്. മക്ക നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഉംറയ്ക്ക് പോകുന്നത് ജീവിതത്തിൽ അത് മറക്കാൻ പറ്റാത്തൊരു കലയിലൂടെ നമുക്ക് അങ്ങനെ ഒരു നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം അത് നവാസിന്റെ കൂടെ ഞങ്ങളെല്ലാരും കൂടെ പോയാണ്. നവാസാണ് അതിന് വേണ്ടുന്ന എല്ലാ ഇതും ഞങ്ങളെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നവാസാണ് ലീഡ് ചെയ്തത്. നവാസ് ഇങ്ങനെ വന്ന് ഞങ്ങളവിടെ തവാഫൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ പരിചയപ്പെടുന്നത് ആദ്യമായിട്ട് പുള്ളിയുടെ ഒരു USA ട്രിപ്പ്, കലാഭവൻ USA എന്ന് പറഞ്ഞ ട്രിപ്പ് ഉണ്ടായിരുന്നു. ആ ട്രിപ്പിൽ കഴിഞ്ഞിട്ട് വരും ഒരു കൊല്ലത്തൊരു പരസ്യചിത്രം ഷൂട്ട് ചെയ്യാൻ വേണ്ടി സന്ധ്യാമോഹൻ ഡയറക്ട് ചെയ്യുന്ന പരസ്യം ചെയ്യാൻ വേണ്ടി ചിന്നൂസ് ജ്വല്ലറി എന്ന് കണ്ടെന്ന് തോന്നാം ജ്വല്ലറിയുടെ പേര്. അപ്പൊ എൻ്റെ ഒരു കസിന്റെ വീട്ടിൽ വെച്ച് അത് ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ വെച്ച് അവിടെ വെച്ച് ഞാൻ നവാസിനെ പരിചയപ്പെടുന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു. നവാസിന്റെ കുറെ കാര്യങ്ങളോട്ട് ഷെയർ ചെയ്തു. ഞാൻ USA പ്രോഗ്രാം കണ്ടതിന്റെ അഭിപ്രായങ്ങളും അതിന്റെ കുറെ സന്തോഷകരമായിട്ടുള്ള അവസരങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തു. അപ്പൊ എൻ്റെ അടുത്ത് മിമിക്രിനെ കുറിച്ചൊക്കെ ചോദിക്കും. ഞാൻ 1-2 നമ്പർ പുള്ളിയെ കാണിച്ചു എടാ നീ കൊള്ളാമല്ല സംഭവം, അത് എങ്ങനെ നീ ചെയ്യുന്ന. ഞാനപ്പോ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ പാട്ട് പാടി കേൾപ്പിച്ചു. കറക്റ്റാണല്ലോ, ഡിക്റ്റു വോയിസ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ ചെറിയ ചെറിയ പരിശ്രമങ്ങളാണൊക്കെ, നീ ചെയ്യാറുണ്ടോ പരിപാടി എന്നൊക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമല്ല, ഡാഡിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശരി എന്നൊക്കെ പറഞ്ഞ് അന്ന് പരിചയപ്പെട്ടതാണ് ആദ്യത്തെ. പിന്നീട് ഈ ഫീൽഡിലേക്ക് എങ്ങനെയൊക്കെയോ ഞാൻ ഇതിനകത്ത് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ അവരൊക്കെ ആയിട്ടുള്ള ഒരുപാട് യാത്രകളും പരിപാടികളും, പിന്നെ ഞാൻ ആദ്യമായി നായകനായിട്ട് അഭിനയിച്ച അപരന്മാർ നഗരത്തിന്റെ ഒരു പ്രൊഡ്യൂസറും കൂടെയാണ് നവാസ്. മനസ്സിലായോ? നവാസ്, കോട്ടയം നസീർ, പിന്നെ മോഹനേന്ദ്രൻ, ഇങ്ങനെ 3 ഹാൻഡ്സ് പ്രൊഡക്ഷൻസിന്റെ. അങ്ങനെ ഇതെല്ലാം നമ്മള് ഇതായിട്ട് നിൽക്കുന്ന ഒരു അവസരം പെട്ടെന്ന് ഈ അൻസിബാണ് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചേക്കുന്നത്, കലാഭവൻ നവാസ് എന്നാ വെച്ചത്, നവാസ് എന്നല്ല. അപ്പൊ എനിക്കത് ആരാണ് ഈ നവാസ് എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിക്കാം. നവാസ് മരണപ്പെട്ടു. അപ്പൊ ഇങ്ങനെ ഇതിനകത്ത് വന്നപ്പം അമ്മയിന്നാണ് ഓഫീസ് നമ്മളവള് അൻസിബ അയച്ചപ്പോ ഞാൻ ഒരിക്കലും നവാസ് ആവത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു. നവാസിനെ ചിന്തയില്ല, പക്ഷെ നവാസ് എന്ന് പറഞ്ഞ ആളെ അങ്ങനൊരു നടനുണ്ടോ, ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചിരിക്കാൻ ഞാൻ. അയ്യോടാ, ഫോട്ടോ ഒന്നും കണ്ടില്ല, വെറും ടെക്സ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നീട് നോക്കുമ്പോഴാണ് എൻ്റെ മോനെ ഒരുപാട് വാർത്തകളും, പിന്നെ ടിനി ടോമിനെ വിളിച്ചപ്പം നമ്മുടെ നവാസ് പോയടാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു വോയിസ് മെസ്സേജ് ഇട്ട്. അപ്പൊ പിന്നെ എനിക്ക് വിശ്വാസമായി. കാര്യം അങ്ങനെ പിന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, മരവിച്ചു പോയി. അപ്പൊ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് വണ്ടി എടുത്ത് നേരെ അപ്പോഴത്തേക്കും ലൊക്കേഷനിൽ നിന്ന് ബോഡി മോർച്ചറിയിലേക്ക് കൊണ്ടുവന്നു പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞു. കാര്യം അവിടെ വെച്ച് ഇതായിട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ എടുക്കാൻ. അപ്പോൾ ഇതിനിടയ്ക്ക് 3 ദിവസം മുമ്പ് കണ്ട ആളാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിറങ്ങി ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ആളാണ്. തലേ ദിവസം വരെ ഇതെന്ന് പറഞ്ഞ സിനിമയുടെ പിന്നെ അവാർഡ് പരാമർശത്തെ കുറിച്ച് എനിക്ക് അയച്ചു തന്ന ആളാണ്. ഇങ്ങനെ ഇത്രയും ക്ലോസ് ഇതായിട്ട് എനിക്ക് പിന്നെ എൻ്റെ ഫാമിലിയായിട്ട് വളരെ അടുത്ത് ഇടപെടുന്ന, അവരുടെ ബുട്ടീക്ക് തുടങ്ങുന്ന സമയത്ത് ഞാനും ഫാമിലിയും പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഫോൺ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സിനിമാക്കാർ അങ്ങനെ കാണുമ്പം ലൊക്കേഷനിൽ നേരിട്ട് കാണുമ്പോൾ അറിയോ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ഇവരങ്ങനെയല്ല. ഇവര് നമ്മളെ ഫാമിലിയായിട്ട് ഇഴചേർന്ന് നിൽക്കുന്ന ആൾക്കാർ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും, വിശേഷങ്ങൾ അന്വേഷിക്കും. അപ്പൊ ഇത് പെട്ടെന്ന് അങ്ങനെ അവിശ്വസനീയമായിട്ടുള്ള. പിന്നീട് എനിക്ക് അടക്കം കഴിയാൻ അത്രയും കാത്തു നിന്നില്ല. എനിക്കത് മനസ്സിനകത്ത് അവൻ മരിച്ചതായിട്ട് മനസ്സ് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അവിടെ നിന്ന് നിയാസിന്റെ മകൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഖത്തറിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ പള്ളിയിലേക്ക് വന്നപ്പോ കരച്ചില് എനിക്ക് പിടിച്ച് എനിക്ക് താങ്ങാൻ പറ്റിയില്ല. ഞാൻ അപ്പോഴേ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങ് പോയി.
അപ്പൊ ഇനി എന്താണ് സാറിന്റെ നെക്സ്റ്റ് എന്തൊക്കെയാണ് പരിപാടികളൊക്കെ എന്തൊക്കെയാ പ്രാവശ്യത്തെ ഓണമൊക്കെ ആയിട്ട്? ഓണത്തിനിപ്പോ നമ്മള് ചാനലിലെ കുറെ പരിപാടികൾ വരുന്നുണ്ട്. പിന്നെ ഞാൻ ആഡ് ഫിലിം മേക്ക് ചെയ്യുന്നുണ്ട്, ആഡ് ഫിലിം അഭിനയിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മള് എന്റെ ഒരു ഷോ ബോസ് ടോക്സ് വിത്ത് രാജ സാഹിബ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം, ഒരു ഇന്ററാക്ഷൻ ഷോ. മസ്കറ്റിലുള്ള മലയാളികൾ എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹമുള്ളവരും പ്രോഗ്രാംസുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് നമ്മളെ എൻകറേജ് ചെയ്ത് നല്ല ക്ഷമയോടെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവരോടൊപ്പം തന്നെ ഈ പ്രാവശ്യത്തെ ഓണം ഷെയർ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇവിടെയുള്ള എല്ലാ നമ്മുടെ പ്രേക്ഷകർക്കും, മലയാളികളായിട്ടുള്ള പ്രവാസികൾക്കും, എപ്പോഴും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾക്ക് എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നല്ല ഒരു ഓണം ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. ഹാപ്പി ഓണം.